ഹലോ, ഞങ്ങൾ ഈ നാഗത്തങ്കാവ് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണം കേട്ടോ. വീട്ടിൽ ചെറിയൊരു പാമ്പിനൊക്കെ പുറത്ത് കണ്ടു. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു നാഗത്തങ്കാവിലേക്ക് പോകണം. പോയി കഴിഞ്ഞ് നമ്മൾ പാലും നൂറൊന്നും കൂട്ടിയിട്ട് ഇല്ലല്ലോ, ഇപ്രാവശ്യം ആയില്യത്തിന് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഉച്ചതിരിഞ്ഞ് പ്രജേഷ് വന്നാൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷേട്ടൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറിയിട്ട് പോകാനുള്ള പരിപാടിയിലേട്ടാ. അങ്ങനെ ദേ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ സെറ്റാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു അമൽമോൻ കയറിക്കോ, ഞാൻ ഗേറ്റ് അടച്ചോളാം, അവന് കാലുമ്മ മറ്റേ പൂച്ചമാതിയാണ് ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെ ദേ അമ്പലത്തിലെത്തി. നാഗരാജാവേ ശരണം എന്ന് എഴുതി വെച്ചിട്ട് അവിടെ നാഗരാജാവിൻ്റെ അമ്പലമാണ് കേട്ടോ. നാഗത്താങ്കാവ്, പറപ്പൂർ നാഗത്താങ്കാവ് ക്ഷേത്രം കുറച്ച് ഫേമസ് ആണ് കേട്ടോ. ഒരുപാട് പേരൊക്കെ പറഞ്ഞു തുടങ്ങി, നല്ലോണം നല്ല ഇതായിട്ടുണ്ട് കേട്ടോ അമ്പലം. അങ്ങനെ ദേ അമ്പലത്തിൽ നല്ല പുരോഗമനമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ, കാരണം ഇപ്പം അടുത്തൊന്നും ഞങ്ങൾ ഇപ്പം അടുത്ത് വന്നിട്ടില്ല. അങ്ങനെ ദേ അവിടെ നിന്ന് കുറച്ച് പ്രസാദമൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അവിടെ ചെറിയ സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു അന്ന്, സർപ്പബലി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂജ ചെയ്ത പായസവും വെള്ളപ്പായസവും മറ്റേ ശർക്കര പായസവും ഉണ്ണിയപ്പവും ഒക്കെ കിട്ടിയിട്ട് നല്ല നെയ്യൊക്കെ ഉള്ള ഉണ്ണിയപ്പം കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ അമൃതേട്ടൻ്റെ കടയിലെത്തി. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. മുട്ടയും പിന്നെ വെളിച്ചെണ്ണ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മുട്ട വാങ്ങിക്കണട്ടാ, വെളിച്ചെണ്ണ വാങ്ങിക്കണട്ടമ്മ, മുട്ട വാങ്ങിക്കണട്ടാന്ന്. കാരണം ഞങ്ങൾ മറക്കും ഗൈസ്. അങ്ങനെ ദേ അമൃതേട്ടൻ്റെ കടയിലെത്തി. അമൃതേട്ടൻ ഒക്കെ ഓട്ടോറിക്ഷയിലേക്ക് എടുത്ത് തരൂട്ടാ. ഞങ്ങളവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കന്നെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമൽമോനൊരു ജേഴ്സി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പാവർട്ടിയിലേക്ക് പോവുക. അപ്പോൾ ജേഴ്സിയുടെ ശരിക്കുള്ള അവൻ വാങ്ങിക്കണ കട അടച്ചു ജേഴ്സിയുടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറി. അമൽമോൻ ഒറ്റയ്ക്ക് ഇറങ്ങി, കാരണം എല്ലാവരും ഇറങ്ങിയില്ല, കാരണം അവിടെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ദേ ജേഴ്സിയൊക്കെ എടുക്കാൻ അമലുട്ടൻ പോയ ആൾ അതേപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ജേഴ്സി അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു പൊന്നുസിന് വേറെ ദിവസം നോക്കാം, അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പരാൾ പോയതാണ്. അങ്ങനെ ദേ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ദേ പോരുക കേട്ടോ. ഞങ്ങൾക്ക് ഇനി ദോശ ഹട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും കഴിക്കണ്ടേ, പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഫുഡ് മുഖ്യം എന്ന് പറയണ പോലെ. അങ്ങനെ ദേ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഹമീദ്ക്കയുടെ കട കേട്ടോ, പാങ്ങിൽ ദോശ ഹട്ട്. നല്ല സൂപ്പർ ദോശ കേട്ടോ. അവിടുത്തെ ദോശ സൂപ്പറാണ്, റേറ്റും കുറവാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതേ അവിടെ എത്തി. അമ്മേനെ ആരാധ്യമോള് കൊണ്ടുവരട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. സീറ്റ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളവിടെ നിൽക്കണം. അങ്ങനെ ദേ അതൊക്കെ കിട്ടി. ഞാൻ അമ്മോട് ഇങ്ങോട്ട് പോസ് ചെയ്യാൻ പറഞ്ഞു. അമ്മ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെ ആരാധ്യമോള് ബീഫും കൊള്ളിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നെയ്ച്ചോറിൻ്റെ കോമ്പയാണ് അമൽമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പീസും പിന്നെ ഒരു ഗ്രേവി ഉണ്ടാവും. പിന്നെന്താ ഗീ പൊടി മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നു. അത് വന്നപ്പോൾ ആദ്യമോൻ ഗീ റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് അവൻ ഗീ പൊടി മസാല ദോശ വന്നപ്പോൾ അതെടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് വെക്കുക കേട്ടോ. അതിന് ശേഷം ഗീ റോസ്റ്റ് വന്നപ്പോൾ അതും എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് വെക്കുകയാണ് അവൻ ചെയ്തത് കേട്ടോ. അങ്ങനെ അവൻ്റെ ദോശ അവൻ തിന്നുന്ന പോലെ കാണിച്ചിട്ട് എനിക്ക് വായിൽ വെച്ച് തരുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് പ്ലെയിൻ റോസ്റ്റും ഒക്കെ നമുക്ക് നെയ്യ് കഴിക്കില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേ ആദ്യമോൻ്റെ ഗീ റോസ്റ്റ് വന്നതോടുകൂടി എൻ്റെ ദോശ എടുത്തിട്ട് അവൻ മാറ്റി വെച്ചിട്ടോ ഗൈസ്. എന്നിട്ട് അതങ്ങോട്ട് നീക്കിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഇതേ പിറ്റേ ദിവസം സാമ്പാർ ഇഡ്ഡലിയൊക്കെയായിരുന്നു, പിന്നെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുക്കിലമ്മയ്ക്ക് പൊങ്കാല വയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണിട്ടാണ്. അപ്പോൾ പിള്ളേഴ്സൊക്കെ വരുന്നുണ്ട്. ആരാധനമോൾക്ക് ക്ലാസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമൽമോന് പൂച്ചയുടെ മാന്തിയൻ്റെ ഇത് മാറിയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ 2 ദിവസം അവനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവനും ഉണ്ട്. ഞങ്ങൾ ചെറക്കിൽ അമ്പലത്തിൽ പോവാണ് കേട്ടോ. പായസം വെക്കാനുണ്ട്. അപ്പോൾ പൊങ്കൽ വെക്കാനായിട്ട് ഞങ്ങൾ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക, ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓട്ടോ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാ. അങ്ങനെ ദേ ഓട്ടോ വന്നു. ഓട്ടോയിലൊക്കെ കയറിയിട്ടാ. ആദ്യമോൻ്റെ ഒക്കെ ഓട്ടോ ചേട്ടൻ്റെ ഓട്ടോറിക്ഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയിൽ കയറി ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു. അങ്ങനെ അമ്മേനൊക്കെ എടുത്തു. ഞങ്ങൾ ചിറക്കിലെത്തിയിട്ടാ. എത്തിയിട്ടും എൻ്റെ ചേച്ചി എത്തിയിട്ടില്ല കൈസ്. അപ്പോൾ ചേച്ചീനെ കാത്ത് നിൽക്കുക. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെ ദേ ചേച്ചി വന്നു. ഞങ്ങൾ പായസത്തിനുള്ള അരിയൊക്കെ കഴുകി സെറ്റാക്കുക. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അരി കൊണ്ടുവരിക. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ മണി അരി കിട്ടും, പച്ചനെല്ല് കുത്തിയ അരി കിട്ടും. അപ്പോൾ ആ അരി ആകുമ്പോൾ പായസം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് നീളനരി എല്ലാം ഒരു ചെറുമണി പോലെ ഉണ്ടാവും അത്. അപ്പോൾ അതൊക്കെ അവിടുത്തെ കിണറ്റിലത്തെ വെള്ളം തന്നെ കോരിയിട്ട് ഞങ്ങളത് സൂപ്പറായിട്ട് ഇങ്ങനെ കഴുകട്ടോ. അപ്പോൾ ചേച്ചി കഴുകിയിട്ട് ചേച്ചി അതൊരു സെറ്റാക്കിയിട്ട് ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടി കഴുകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശല്യം ചെയ്യാനായിട്ട് 2 ആളും വന്നിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ട് മാർക്ക് ഡ്രസ്സിൽ വെള്ളമാവുന്നൊക്കെ. എന്നിട്ട് ഇതേ സെറ്റാക്കിയിട്ട് ഇതേ ഇത്ര കുറച്ച് പായസം വയ്ക്കണല്ലോ കേട്ടോ. പായസമൊക്കെ ഒരുപാട് പായസം വെച്ചിട്ട് കാര്യമില്ല. അവിടെ അടുത്ത് ആർക്ക് ഒരു വീട്ടിലേക്കൊക്കെ കൊടുക്കണം, അത്രേ ഉള്ളൂ.
അങ്ങനെ ഇത് ചേച്ചി സെറ്റാക്കി. ചേച്ചി എത്ര വെച്ചാലും പിന്നെ കടയിൽ കൊണ്ടുപോയി അവിടെ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കൂട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്മയുടെ തറവാട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ പായസം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ചേച്ചി എല്ലാവരും ഉണ്ട്. അമ്മയുടെ തറവാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ട്. പിന്നെ അമ്മയുടെ വീടിൻ്റെ അടുത്ത വീട്ടിലും കുറേ പേരുണ്ട്. അമ്മയുടെ വീട് കേട്ടോ ചിറക്കിൽ അമ്മയുടെ അവിടെയാണ് കേട്ടോ അമ്മ ജനിച്ച് വളർന്നത്. അമ്മ കളിച്ച് വളർന്ന സ്ഥലമൊക്കെയാണ് ഇട്ടത്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അവരോടൊക്കെ ഇങ്ങനെ വർത്താനം പറയാം. ആ നേരം കൊണ്ട് ആദ്യമേ അവിടെ പോയിട്ട് കളിക്കണം കേട്ടോ ഗൈസ്. പുറത്ത് അവിടെ ഒരു തോടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ആദ്യം പൂട്ട അങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ടത്. ഇതാണ് കേട്ടോ കടാന്തോടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ വീട് കടാന്തോടാണല്ലോ. അങ്ങനെ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പുറത്തൊക്കെ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പായസം വെച്ചു. അതൊക്കെ ഇതിങ്ങനെ തിളച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ അടുപ്പൊക്കെ ആയിരുന്നു, വിറകൊക്കെ കത്തിക്കുക. ഇപ്പോൾ ഗ്യാസൊക്കെ സെറ്റായിട്ടാണ്. അതുകൊണ്ട് ചെറുക്കിലമ്മയുടെ അവിടെ പുരോഗമനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. മധുവേട്ടനാണ് കേട്ടോ ഇപ്പോൾ അവിടുത്തെ കാര്യക്കാരൻ. അങ്ങനെ എൻ്റെ പായസമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അരിയും തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ പിള്ളേഴ്സൊക്കെ അവിടെ പുറത്ത് നടന്നിട്ട് അതിന് ശേഷം അകത്ത് കയറിക്കട്ടെ. നല്ലോണം തണുക്കണം കേട്ടോ പായസം. ചെറുക്കിലമ്മയ്ക്ക് നമ്മൾ പായസം വയ്ക്കുമ്പോൾ നമ്മൾ അത് ചൂടോടെ കൊണ്ട് നമുക്ക് നിവേദിക്കാൻ പറ്റില്ല. ചെറുക്കിലമ്മയ്ക്ക് എപ്പോഴും പായസം വെച്ച് അത് തണുത്തതാ ചെറുക്കിലമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ അതാണ് ഇതോടത്തെ ഐതിഹ്യം. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞങ്ങളത് നന്നായി ഇളക്കി നിൽക്കുക. അപ്പോൾ ആദ്യത്തെ ടീം അമ്മയുടെ തറവാട്ടിലുള്ളവരൊക്കെ വയ്ക്കേണ്ടത് പറഞ്ഞില്ല. അപ്പോൾ അവരുടെ ടീമൊക്കെ കഴിഞ്ഞിട്ട് അവർ പായസമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളും കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ബാക്കി അവിടെ വെച്ചിട്ട് ഇളക്കി അവിടെ വെച്ചിട്ടും ചൂടാറ്റാലോ എന്ന് വിചാരിച്ചിട്ട് നടയിൽ അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടും ചൂടാറ്റാലോ ഒക്കെ വെച്ചിട്ട് ഞാൻ ചേച്ചിയോടൊക്കെ വായു എന്ന് പറഞ്ഞിട്ട് പോകണ്ട. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളൂ കേട്ടോ. കുറേ സ്പേസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് പായസം വയ്ക്കാനുള്ളത്. ഇപ്പുറത്തെ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പായസം വെച്ചിട്ട് കൊണ്ടുപോകേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ പായസം ആദ്യം വെച്ച ഒരു ടീമിൻ്റെ പായസമൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അവരൊക്കെ ചൂടാറി സെറ്റായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നിട്ടും പായസം ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ട ചൂടാറി. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് നന്നായി ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് കത്തി വെക്കുന്നുണ്ട്. ചേച്ചിയുടെ പായസം ചൂടാറിയിട്ടില്ല ഗൈസ്. അവൾ മറ്റേ മൺപാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൺപാത്രത്തിൽ പെട്ടെന്ന് ചൂടാറില്ല. അപ്പോൾ അവൾ പിന്നെയും അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ, മുട്ടിറക്കാനും ഒക്കെ ഉള്ളത്. അപ്പോൾ അമലുട്ടനും ആരാധ്യമോളും എല്ലാവരും ചൂടാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുക പായസം നിവേദിക്കാൻ. അതിന് മുമ്പ് മുട്ടിറക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ മുട്ടിറക്കി കഴിഞ്ഞിട്ട് പായസം നിവേദിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുത്തപ്പൻ നമ്മൾ ആദ്യം പായസം ഒരു ചെറിയ ഇലയിൽ നമ്മൾ വച്ച് മുത്തപ്പനെ നിവേദിക്കണം. അപ്പോൾ അമ്മ വെച്ച് ഞാനും വെച്ച് അവിടെ ഉള്ളവരൊക്കെ മുത്തപ്പനെ നിവേദിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. മുത്തപ്പന് കൊടുത്ത ശേഷമാണ് നമ്മൾ ചെറുക്കിലമ്മയ്ക്ക് വെക്കുക. അങ്ങനെ ചെറുക്കിലമ്മയ്ക്കും ഞങ്ങൾ ചെറുക്കിലമ്മയ്ക്ക് നിവേദിക്കണേക്ക് മുമ്പ് കാല് കഴുകണം. കാരണം ഉള്ളിലേക്ക് കയറ്റും നമ്മളെ. അതായത് നാലമ്പലത്തിന് ഉള്ളിലേക്ക് നമ്മളെ കയറ്റും. അതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിവേദിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്ത് പതിയാർക്കുളങ്ങര ദേവിയുടെ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരികയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ വേഗം ഓടുന്നുണ്ട്. അവിടെ തോടുള്ള കാരണേ അതാണ് അവൻ്റെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് മൂപ്പരാൾ വേഗം ഓടണത്. അങ്ങനെ ഞങ്ങൾ ദേവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് വെച്ച് പായസം വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയൊക്കെ വഴിപാട് ഇടാനൊക്കെ അമ്മോടൊക്കെ പൈസ ചില്ലറ താന്നിട്ട് പിള്ളേരിങ്ങനെ പിന്നാലെ നടക്കുക. അമ്മമാരോടല്ല കൈസ അവരുടെ കാവിരിങ്ങനെ നടത്തുള്ളൂ. നമ്മളോട് ഒരു മേടിച്ചിട്ട് അമ്മ ഉണ്ടോയെന്ന് ചോദിക്കില്ല. അമ്മയോട് അമ്മമ്മ താ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അങ്ങനെ പൈസയൊക്കെ ആദ്യമാനൊക്കെ അമ്മാമ്മയുടെ നിന്നൊക്കെ ഇസ്കിയിട്ട് ആ ദേവിക്ക് പൈസയൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇനി ദേവിയുടെ അടുത്തും കൂടിയും ഒന്നും കൂടി ഒന്ന് വട്ടം നമ്മൾ ചുറ്റം മൊത്തത്തിൽ തൊഴുതിട്ടില്ല. അപ്പോൾ മൊത്തത്തിലൊന്ന് തൊഴാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയില്ല. അപ്പോഴേക്കും പിള്ളേഴ്സൊക്കെ പറയുന്നുണ്ട് ദായിക്കുണ്ടമ്മേ ദായിക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇവിടെ നടയിലെത്തിയപ്പോൾ അവിടെ പിന്നെയും മുട്ടിറക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ ക്യൂലിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ തേങ്ങ നമ്മൾ അവിടെ ദേവിക്ക് നിവേദിച്ചിട്ട് അങ്ങനെ മുട്ട ഇറക്കൂട്ട. അപ്പോൾ നമ്മുടെ സകല ദോഷങ്ങളും പോകുന്നതാണ് നമ്മുടെ ഒരു ഐതിഹ്യം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവർ പറയും ചെയ്യും. അങ്ങനെ ചെറുക്കൽ അമ്പലത്തിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിൽ പോകുമ്പോൾ ഞാൻ നേരെ ഇവിടെ പെരുവല്ലൂർക്ക് പോരാന്ന് വിചാരിക്കണം. പക്ഷെ അമ്മ പറഞ്ഞു ഇല്ല ഞാൻ ചോറും സാമ്പാറും എല്ലാ ഉപ്പേരിയും ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറൊക്കെ കൂടുതലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നേരെ കടാന്തോട് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചരിഞ്ഞിട്ട് പ്രജേഷ് വന്ന് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വെള്ളം തായ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ
ഓട്ടോയിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ കടാന്തോടുക്ക് പോകട്ടെ, എൻ്റെ വീട്ടിൽ പറപ്പൂര് എൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. അങ്ങനെ ചേച്ചിയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞ അമ്മ, ചേച്ചി സ്കൂട്ടിയുമ്പോഴാണ് ചേച്ചിയോടും വരാൻ പറഞ്ഞ്. അപ്പോൾ ചേച്ചിയും അങ്ങോട്ട് വരും. ചേച്ചിക്ക് പറഞ്ഞു അയ്യോ എനിക്ക് അമ്മ നേരമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ചേച്ചിയും വന്നു. അവളും ചോറിനാണുള്ള പരിപാടി, ചോറുണ്ടിട്ട് പറഞ്ഞാക്കിയുള്ള പരിപാടിയിലായിട്ട് അമ്മ. അങ്ങനെ ഇതേ വന്ന്. അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ചെന്നിട്ട് പായസം കഴിക്കാനുള്ള പരിപാടിയിലാണ്. വാതിൽ തുറക്ക് എന്നുള്ള പോലെ ദൂഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങോട്ട് നോക്കടാന്നൊക്കെ പറയുമ്പോൾ വാതിൽ തുറക്കാനുള്ള പരിപാടിയിലാണ് ഉണ്ടാവുക. അങ്ങനെ ഇതേ ഓട്ടോ ആ ഒരു കുട്ടിയാണ്, ചെറിയ കുട്ടിയായിരുന്നു, അത്ര വയസ്സായിട്ടില്ല. അപ്പോൾ അവനൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ ചെന്ന ഉടനെ തന്നെ സെറ്റും കൊണ്ട് ഊരിട്ട് ഗൈസ്. അങ്ങനെ ഇതേ ആദ്യക്കുട്ടനൊക്കെ എന്നോട് കൊഞ്ചി അമ്മ ഇന്ന് ഇവിടെ നിൽക്കാം, അമ്മ ഇന്ന് ഇവിടെ നിൽക്കുക, നാളെ പോവാം, നാളെ സ്കൂളില്ലല്ലോ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ചേച്ചി ചെന്നിട്ട് തന്നെ പായസം കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഇതേ സാമ്പാറും ചോറും പിന്നെ എന്താ ഉപ്പേരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇത് റെഡി അങ്ങോട്ട് അടിച്ചു. ഞാൻ പൊങ്കാല വയ്ക്കുന്ന ദിവസം കാലത്തൊന്നും കഴിക്കില്ല. അങ്ങനെ ദേ എൻ്റെ കഴിക്കില്ല, ഞാൻ അവരൊക്കെ കഴിച്ചു. അങ്ങനെ ചേച്ചി ദേ ഞങ്ങളോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ചേച്ചി പോകട്ടെ. ചേച്ചിക്ക് ഒരു കേക്ക് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഉച്ചതിരണ വരെ നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പോവാം. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പായസമൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് രജനേച്ചിയുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുകൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച പായസവും അമ്മ വെച്ച പായസവും ഒക്കെ കൊണ്ടുകൊടുക്കാനായിട്ട് രജനേച്ചി അവിടേക്ക്. രജനേച്ചി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും കൊണ്ടുവരിട്ട. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സ്നേഹം കേട്ടോ. അങ്ങനെ ദേ അതൊക്കെ കൊണ്ട് അമ്മ പോയി. അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞപ്പോൾ ദേ പിള്ളേഴ്സൊക്കെ പഠിക്കാൻ പോയവരൊക്കെ എത്തിയിട്ടിട്ട് സനിച്ചേട്ടൻ്റെ പിള്ളേരൊക്കെ. അപ്പോൾ ആ നേരം ആദ്യം കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ വാ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവനത് നല്ലോണം അടിച്ചിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആരാധ്യമോളും എല്ലാവരും ഉറങ്ങിയിടുന്നേ. അപ്പോൾ ആരാധ്യമോളും എല്ലാവരും വിളിച്ചിട്ട് ദേ കളിക്കാനുള്ള പോകാനുള്ള പരിപാടി. അപ്പോൾ സഞ്ജും ആരാധ്യം ഒക്കെ വിട്ട് ഷട്ടിൽ ബാറ്റും ഒക്കെ ഇട്ടാ കളി. അപ്പോൾ നല്ല കളി ഇതാക്കുക. പക്ഷേ ആദ്യമോന് ഒരു ഉറക്കച്ചടവുണ്ട്. എന്നാലും ഇവർ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യമോന് പോവാതിരിക്കാൻ പറ്റില്ല. അത്ര സ്നേഹമായിട്ടോ ആദ്യമോനും ഇവരായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതേ രാത്രിയായപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോരാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ഇതേ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തണേൻ്റെ ഉള്ളിൽ ആ ടിസോനെ എത്തുമ്പോഴേക്കും ഇവർക്ക് തോന്നും ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന്. എന്നാലും ടിസാൻ എത്തിയപ്പോൾ ഇവർക്ക് ഞങ്ങൾക്ക് ഫ്രൂട്ട് സലാഡ് അച്ചാന്നും പറഞ്ഞിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ പ്രേക്ഷേട്ടൻ പറഞ്ഞു ഒരു മിൻറ്റ് സാലറ്റ് വാങ്ങിക്കടാന്ന് പറഞ്ഞിട്ട് മിൻറ്റ് സാലറ്റ് വാങ്ങിച്ചിട്ട് പ്രേക്ഷേട്ടൻ കഴിക്കട്ടെ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാവാറുണ്ട് അവിടുത്തെ. പക്ഷേ ഇപ്രാവശ്യത്തെ മിൻറ്റിൻ്റെ എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് സ്വീറ്റും പ്രേക്ഷേട്ടൻ്റെ സാൾട്ടാണ് പറഞ്ഞത്. പിന്നെ പിള്ളേർക്ക് ഫ്രൂട്ട് സലാഡാണ് പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതായിരുന്നു ഫ്രൂട്ട് സലാഡ്. എല്ലാവർക്കും കൂടി ഒരെണ്ണം വാങ്ങിച്ചല്ലോ കേട്ടോ. നല്ലോണം നട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫ്രൂട്ട് സലാഡ്. അപ്പോൾ അച്ഛനൊരു സ്പൂൺ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കട്ടെ. കാരണം ഞങ്ങൾക്ക് ഓരോ സ്പൂൺ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായിട്ട് പോയിരുന്ന് കഴിക്കാമല്ലോ. അതാണ് അവരുടെ ഉദ്ദേശ്യം. അങ്ങനെ അച്ഛനൊക്കെ ഇതേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീമിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് മതിയുടെ അമലയെന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അമലിനോട് ഞാൻ പറഞ്ഞു ഉള്ളിൽ പോയി കഴിച്ചു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഇവിടെ പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ എനിക്കുള്ള അതേ സ്വീറ്റും വന്നു. പക്ഷേ എനിക്ക് പ്രാവശ്യത്തെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുടിച്ചിട്ട് അതിന് ശേഷം അങ്ങനെ തന്നെ ആരാധ്യമോൾക്ക് കൊടുത്തുട്ടാ. എനിക്കൊന്ന് മിൻറ്റിന് കുറച്ച് പഴക്കം ഉണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു എനിക്ക് പറ്റിയ ജ്യൂസിന്. അല്ലാതെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതോ ആരാധ്യമോൾക്കും കൊടുത്തു. അങ്ങനെ അവരുടെ ഫ്രൂട്ട് സലാഡും കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും അവർക്ക് പറഞ്ഞു ഒരു സാൻഡ്വിച്ചേലും വാങ്ങിച്ചാന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ച കാരണമാണ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സാൻഡ്വിച്ചും കൂടി വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല. പാർസൽ വാങ്ങിച്ച് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് തുറന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും 2 എണ്ണം അച്ഛനമ്മയ്ക്കും ഓരോ പീസ് അങ്ങനെ ഉണ്ടാ പറഞ്ഞിട്ടുള്ളത്. വയറ് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ ആവോലി കൂട്ടാനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറിട്ടുള്ള വരുമ്പോഴും അച്ഛനോട് ഇസ്കലാണ് ഇവരുടെ പരിപാടി. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അമ്മയ്ക്ക് പായസമൊക്കെ കൊടുത്തുവിട്ട ഗൈസ്. അതിന് ശേഷം ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്.